പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ KYC വെരിഫിക്കേഷൻ എങ്ങനെ ചെയ്യണം എന്ന് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായും നിങ്ങൾ കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. കാരണം KYC ചെയ്താൽ മാത്രമേ പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ പേടിഎം ആപ്ലിക്കേഷൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതുപോലെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം, അതിനുശേഷം എങ്ങനെ ഉപയോഗിക്കാം, അതുപയോഗിച്ച് എങ്ങനെ റീചാർജ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടങ്ങിയ മറ്റൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ പേടിഎം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് KYC ഒക്കെ ചെയ്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. പേടിഎം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ബെനിഫിറ്റ്സുകൾ എങ്ങനെയാണ് ATM കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നമുക്ക് ലഭിക്കുന്നത്, വെർച്വൽ കാർഡ് എങ്ങനെയാണ് കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ വളരെ ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങൾ പേടിഎമ്മിൽ പേയ്മെൻറ്റ് ബാങ്ക് ഉപയോഗിച്ച് തുടങ്ങുക. ഇതുവരെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ നേരെ വീഡിയോ കാണാം. ആദ്യമായി നമ്മുടെ ഫോണിലുള്ള പേടിഎം മൊബൈൽ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നമ്മൾ പേടിഎം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്കറിയാം ഫിംഗർ പ്രിൻ്റ് ലോക്ക് ഉപയോഗിച്ചായിരിക്കും ഓപ്പൺ ചെയ്യേണ്ടത്. ഞാനിവിടെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്തു. പുതിയ അപ്ഡേഷനിൽ പേടിഎം ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് എല്ലാ ഓപ്ഷൻസുകളും കാണാൻ സാധിക്കുന്നതാണ്. പേടിഎമ്മിൻ്റെ മെയിൻ ഇൻ്റർഫേസിൽ ഏറ്റവും മുകളിൽ സ്കാൻ പേ, സെൻഡ് മണി, റീചാർജ് തുടങ്ങിയ മെയിൻ ഓപ്ഷൻസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓഫറുണ്ട്. അതിനുശേഷം പേടിഎം വാലറ്റ് കാണാം. അതിന് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് പേടിഎം ബാങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നത്. അതായത് പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഓപ്ഷൻസ് അതാണ്. നമുക്ക് ഫിംഗർ പ്രിൻ്റ് ആദ്യം ബയോമെട്രിക് ഉപയോഗിച്ച് നമുക്ക് ആദ്യം സെറ്റ് ചെയ്യണം. നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് KYC വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും. ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും നമുക്ക് നമ്മുടെ പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഡിജിറ്റൽ ഡെബിറ്റ് കാർഡ് കാണാം. അതായത് വെർച്വലായിട്ട് പേടിഎം തരുന്ന ഒരു ഡെബിറ്റ് കാർഡ് നമുക്ക് കാണാം. നമുക്ക് സാധാരണ കിട്ടുന്ന ബാങ്കിൽ നിന്നും കിട്ടുന്ന റുപ്പേ കാർഡ് അല്ലെ വിസ കാർഡ് ഉപയോഗിക്കുന്നത് പോലെ നമുക്കൊരു റുപ്പേ കാർഡാണ് ഇവർ തരുന്നത്. അത് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. നമുക്ക് അതുപോലെ അതിന് തൊട്ട് താഴെ സേവിങ് അക്കൗണ്ടാണ്. അതായത് നമുക്ക് 2.75% പലിശയുടെ സേവിങ് അക്കൗണ്ട് 1 ലക്ഷം രൂപ വരെ നമുക്കിടാം. അതിന് തൊട്ട് താഴെ 10,000 രൂപ നമുക്കിവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം. 10,000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് പോകുന്ന ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ പേയ്മെൻറ്റ് വാലറ്റ്, പേടിഎമ്മിൻ്റെ വാലറ്റിനെ പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ട്, അതായത് പേടിഎമ്മായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ട്, അത് നമുക്ക് UPI ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് UPI ഓപ്ഷൻ പിൻ നമ്മൾ അടിച്ച് നമുക്ക് ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ തന്നെ കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാം, അക്കൗണ്ട് നമ്പർ, എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും. നമുക്കവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ UPI പിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ UPI പിന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഈ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നമുക്ക് ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ ഒക്കെ നമുക്ക് UPI പിന്ന് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, മറ്റ് ബാങ്കുകൾ ഉപയോഗിക്കുന്ന പോലെ. ഞാനിവിടെ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് പുതിയൊരു UPI പിൻ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. 4 UPI പിന്നാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് UPI വെരിഫൈ ചെയ്യുന്നത് പോലെ നമുക്ക് 1 ടൈം മെസ്സേജ്, അതായത് പേടിഎം ബാങ്കോട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് അവരയക്കും. ഇവിടെ പാസ്വേഡ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു UPI പിൻ, 4 UPI പിൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പുതിയ UPI പിൻ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് താഴെയുള്ള ടിക്ക് മാർക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും കൺഫേം ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടെ അതേ UPI പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് UPI പിൻ ക്രിയേറ്റ് ആവുന്നതാണ്. അതായത് പേടിഎം ബാങ്കിൻ്റെ UPI ID നമുക്ക് ക്രിയേറ്റ് ആവുന്നതാണ്. നമുക്കിത് ഉപയോഗിച്ച് നമുക്ക് പൈസ ട്രാൻസ്ഫർ എല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഇവിടെ പ്രോസസ്സിംഗ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു, ആയിട്ടുണ്ട്. UPA പിൻ സക്സസ്ഫുള്ളായി. ഇനി നമുക്ക് പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഏറ്റവും താഴെ ചെക്ക് ബാലൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബാലൻസ് കാണാം. ഞാനിവിടെ 0 ആണ്, അക്കൗണ്ട് ഓപ്പൺ ചെയ്തതേ ഉള്ളൂ. വേറെ ഒന്നും അവിടെ പൈസയൊന്നും ബാലൻസ് ഒന്നും ഇട്ടിട്ടില്ല. അതിൽ ഏറ്റവും മുകളിലായി ആഡ് മണി, സെൻഡ് മണി. ആഡ് മണി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പേടിഎം വാലറ്റിൽ നിന്ന് നമുക്ക് പൈസ ഇതിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ പേടിഎം സേവിങ്സിൽ നിന്ന് മാറ്റാം, വാലറ്റിലോട്ട് മാറ്റാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കവിടെ സാധിക്കുന്നതാണ്. നമുക്ക് ഫുൾ KYC ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ ലിമിറ്റ് 1 ലക്ഷം രൂപ വരെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനും നമുക്ക് വിഡ്രോവൽ ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ സേവിങ് ബാങ്കിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണിത്. ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഡെബിറ്റ് കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് പൈസ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. പേടിഎം ബാലൻസിൽ നിന്ന് ചെയ്യാം. നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. വേറെ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പൈസ ഇങ്ങോട്ട് മാറ്റാവുന്നതാണ്. ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസാണ് ആദ്യത്തേതിൽ വരുന്നത്. നമുക്ക് ബാക്ക് ബട്ടൺ പോകാം. അതിനുശേഷം നമുക്കിവിടെ സെൻഡ് മണി എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഇട്ട പൈസ നമുക്ക് എന്താവശ്യത്തിനും ഉപയോഗിക്കാം. അതായത് മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനോ നമുക്ക് മറ്റൊരാൾക്ക് അയക്കുന്നതിനോ എല്ലാം. അതിനുശേഷമുള്ള പാസ്ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് പേടിഎം ബാങ്കിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇവിടെ 2 ട്രാൻസാക്ഷനാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ ഫിസിക്കൽ കാർഡിന് അപ്ലൈ ചെയ്തു. അതിൻ്റെ ഒരു 250 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. നമുക്കവിടെ അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ്, വിഡ്രോവൽ ക്യാഷ്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസാണ് നമുക്കിവിടെ വരുന്നത്. നമുക്കിവിടെ വിഡ്രോവൽ ക്യാഷ് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ATM കൗണ്ടറിൽ നിന്ന് പൈസ എടുക്കുന്നതിനുള്ള ഓപ്ഷൻസൊക്കെയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ വിശദമായി ചെയ്യുന്നുണ്ട്. അതുപോലെ അതിന് നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് പൈസ വിഡ്രോവൽ ചെയ്യുന്നതിൻ്റെയൊക്കെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അത് നമുക്ക് ലൊക്കേഷൻസൊക്കെ എനേബിൾ ചെയ്ത് കൊടുക്കണം. ഞാൻ അതിലേക്കൊന്നും വിശദമായി കടക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് വീഡിയോ ലെങ്ത് കൂടാതിരിക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. അതുപോലെ നമുക്കിവിടെ ഇത്രയുമാണ് ഇതിൻ്റെ മെയിൻ വരുന്നത്. അതുപോലെ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, അതായത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് കാണാം. അതുപോലെ മാനേജ് ഡെബിറ്റ് ആൻഡ് ATM കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെർച്വൽ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അതേപോലെ ഡെബിറ്റ് ആൻഡ് ATM കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം കാർഡിൻ്റെ കുറച്ച് ഓപ്ഷൻസുകളാണ്. അതായത് നമുക്ക് കാർഡിന് 1 ലക്ഷം രൂപ വരെ ട്രാൻസാക്ഷൻ ലിമിറ്റ് ഉണ്ട്. അതിന് താഴെ ഡിജിറ്റൽ കാർഡ് ആക്ടിവേറ്റ് ഫോർ യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അതിന് തൊട്ടതായിട്ട് ATM കാർഡ് ഓർഡർ സ്റ്റാറ്റസ്. ശരിക്കും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ATM കാർഡ് അപ്ലൈ എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണുന്നത്. ഫിസിക്കൽ കാർഡ് ഞാനത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ടാണ് അവിടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് വരുന്നത്. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്തു. ഇവിടെ കാണാം പേയ്മെൻറ്റ് 250 രൂപ ആവും. പ്ലേസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 28-ാം തീയതി നവംബർ 28-ന് ഇത് കാർഡ് വീട്ടിൽ അവരെത്തും എന്നാണ് അവർ പറയുന്നത്. അതുപോലെ ആക്ടിവേഷൻ ATM കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കാർഡ് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാന്നുള്ള ഓപ്ഷൻസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഇനി ബാക്ക് ബട്ടൺ പോകാം. വരുന്നത് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഈ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതായത് സർട്ടിഫിക്കറ്റ് ടു ഇൻട്രസ്റ്റ് തുടങ്ങിയ കാര്യം, TDS സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യം. ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമെയിലിലേക്ക് PDF ഫയലായിട്ട് അവർ അയച്ചു തരും. അത് നമുക്ക് ലോൺ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അക്കൗണ്ടിൻ ഹോൾഡറുടെ പേര്, എന്നിട്ട് പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പീരിയഡ് ഡേറ്റ് വെച്ചിട്ട് ഒരു മാസം ഇത്ര രൂപ വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അല്ലെങ്കിൽ തിരിച്ച് പോകുന്നതിനും അങ്ങനെ ചെയ്യാവുന്നതാണ്. അതിന് തൊട്ട് താഴെയുള്ള ചെക്ക് ബുക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഈ ചെക്ക് ബുക്ക് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഇവർ ചെക്ക് ബുക്ക് അയച്ചു തരും. 10 ലീഫ് അല്ലെങ്കിൽ 25 ഷീറ്റുള്ള ഇതിനാണ് 100 രൂപ. 10 ലീഫിന് 100 രൂപ, 25 ലീഫിനാണ് 150 രൂപയാണ്. നമുക്ക് ഡെലിവറി അഡ്രസ്സ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പ്രൊസീഡ് കൊടുത്താൽ 14 ദിവസത്തിനകത്ത് നമ്മുടെ വീട്ടിലേക്ക് പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ചെക്ക് ലീഫ് അവർ അയച്ചു തരുന്നതാണ്. ഇത്രയുമാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്കവിടെ ഒരു നോട്ടിഫിക്കേഷൻ കാണാം. റിസീവ്ഡ് ഗവൺമെൻറ് സബ്സിഡറി ഡയറക്റ്റ് ഇൻ സേവിങ്. അതായത് നമ്മൾ മറ്റേതെങ്കിലും സേവിങ് SBIയോ ഫെഡറൽ ബാങ്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ നാഷണൽ
ഗവൺമെൻറ്റിൻ്റെ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ച് അറിയുന്നതിനും അവ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിനും ഒക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് നാഷണലൈസ്ഡ് ബാങ്കുകളിലുണ്ട്. അതേ സംവിധാനം തന്നെയാണ് നമുക്ക് ഇവിടെ പേടിഎം പേയ്മെൻറ്റ് ബാങ്കിലുമുണ്ട്. അതേപോലെ LPG ഗ്യാസ് സിലിണ്ടർ, നമുക്ക് അതേപോലെയുള്ള ഓൾഡ് ഏജ് പെൻഷൻ, അതായത് ഷെഡ്യൂൾഡ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സാധാരണ ദേശസാൽകൃത ബാങ്കുകളിലൊക്കെ ഉള്ളതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഈ പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, അതായത് ഈ നാഷണൽ സ്കീമുകളുടെ ബെനിഫിറ്റുകളൊക്കെ നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് സാധാരണ നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ തന്നെ ആധാർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുന്നതാണ്. LPG തുടങ്ങിയവയുടെ നമുക്ക് സബ്സിഡറി ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്കിതിൽ വരുന്നതാണ്. അതൊക്കെ നമുക്ക് ലിങ്ക് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻസാണ്. അത്യാവശ്യം നിങ്ങൾക്കിതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി വ്യക്തമായി തരുന്നതായിരിക്കും. അതുപോലെ ഏറ്റവും മുകളിൽ വീണ്ടും നമുക്ക് വലത് സൈഡ് ഏറ്റവും മുകളിൽ നമ്മുടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. നമ്മുടെ പ്രൊഫൈലാണ്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ, നമ്മുടെ IFSC കോഡ്, നമുക്ക് ഈ അക്കൗണ്ട് നമ്പർ IFSC കോഡ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം അവിടെയുണ്ട്. പിന്നെ ഉള്ളത് മാനേജ് ഡെബിറ്റ് കാർഡ് ഡൗൺലോഡ്സ്, നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ തന്നെ. നോമിനി ഡീറ്റെയിൽസ്, പിന്നെ ഫിംഗർ പ്രിൻ്റ് ലോഗിങ്, ഹെൽപ്പ് ലൈൻ ഉണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഹെൽപ്പ് ലൈനിൽ നമുക്ക് വിളിക്കാവുന്നതാണ്. പിന്നെ ബ്ലോഗുണ്ട് പേടിഎമ്മിൻ്റെ, തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത്രയുമാണ് പേടിഎമ്മിൻ്റെ പേയ്മെൻറ്റ് ബാങ്കിൽ വരുന്ന ഓപ്ഷൻസുകൾ. തീർച്ചയായിട്ടും നിങ്ങൾ KYC ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് ഉപയോഗിച്ച് സാധാരണ ബാങ്കിൽ ഇടപാടുകൾ നടത്തുന്ന പോലെ തീർച്ചയായും നിങ്ങൾക്ക് ഇടപാടുകൾ നടത്താൻ സാധിക്കുന്നതാണ്.